എടാ ഇത് വെച്ചുകൊണ്ട് ഇടിച്ചു കൊടുത്താൽ ചത്തുപോത്തില്ലടാ. കുടുംബത്തിൽ ഈ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു ഫ്രീ. നിങ്ങളുടെ കൊച്ചാപ്പാട് ആൾട്ടോയാ. ഇതാകുമ്പോ ഒന്ന് തട്ടിയാ മതി, അവളപ്പുറത്തെ ജില്ലയിൽ പോയി കിടക്കും. എടാ ഇടിച്ചു കൊല്ലാനില്ലടാ, ജസ്റ്റ് ഒന്ന് തട്ടിയാ മതി. എന്നാ നീ കറക്റ്റ് പ്ലാൻ പറ. അവൾ ക്ലാസ് കഴിഞ്ഞ് സ്കൂട്ടറിൽ വരും, അതേസമയം നീ അവളുടെ പുറകെ വരും. എന്നിട്ട് നീ ചെന്നിട്ട് കുഞ്ഞൊരു തട്ടു. ബാക്കി പറ. എന്നിട്ട് എന്തുവാ, നീ ഇടിച്ചിടുന്നു, ഞാൻ വന്ന് ഷൈൻ ചെയ്യുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നല്ല അല്ലു അർജുൻ സ്റ്റൈലിൽ. ഥം ഥം ഹണ ഹണ ഡിസ്കണ ഭണ ഹണ. എത്രാമത്തെ ഗിയർ ഇട്ടാടി പോയിന്ന്? 10ാമത്തെ ഗിയർ. തന്റെ കണ്ണിൽ എന്തോ കുരുവാ? നോക്കി അതൊന്ന് ഹെൽപ്പ് ചെയ്. നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ലടി. നല്ല ഫ്രഷ് കയ്യപ്പടി. വണ്ടി അയ്യോന്റെ വണ്ടി. ഏയ് നിനക്കെന്തിനാ കണ്ണില്ലേ? ഇവക്കെന്തേലും പറ്റിയായിരുന്നെങ്കിലോ? സ്കൂട്ടർ എടുത്ത് ഇറങ്ങാണ്ട് മര്യാദക്ക് വീട്ടിൽ ഇരിക്കണം. ഇവക്കെന്തേലും സംഭവിച്ച ഇവളെ പിന്നെ ആര് കെട്ടും? എന്നാ നീയും കെട്ടടാ. കെട്ടുമടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടത് ജോലിയോ കാശോ അല്ലടാ, ചങ്കുറപ്പാണ്. ടൺ കണക്കിന് അതുണ്ടടാ. ഓ, നീ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം. ഞാൻ പോകുന്നു. ഓക്കെ അല്ലേ? വരൂ ഗീതേ, നമുക്ക് പോവാം. അങ്ങനങ്ങ് പോയാലോ? നമ്മളറിയാന്ന് പറയണേ. എവിടെ ഉള്ളടാ? അടുക്കളയല്ല? അല്ല, ഇവിടെ അടുത്തുള്ള അയാളെ വിളിക്കണ്ട. അവനെ ചേട്ടാ ഹോസ്പിറ്റൽ കേസാണ്, ടിപ്പിക്കലാവൂ. ടിപ്പിക്കലല്ല, ക്രിട്ടിക്കല്. ആ ചേട്ടാ, വൈകുന്നോറും അത്യാവശ്യമാടി കയറ്റേണ്ടി വരും പറഞ്ഞേക്കാം. അത്ര അത്യാവശ്യം ഉണ്ടോ നിനക്ക്? അല്ല, എന്തോ മോളെ ശരിക്കും സംഭവിച്ച? എന്റെ പൊന്നായിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇയാൾ എന്നെ വണ്ടി ഇടിച്ചിട്ട് അപ്പൊ ഇയാള് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ലു അർജുന്റെ ആരെയും വണ്ടിയൊക്കെയാണ് ഞാൻ കാണുന്നത്. നീ എവിടെ ഉള്ളത്? ഇവിടെ ഇവിടെ എവിടെ? ഇവിടെ 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 എവിടെ? ഞങ്ങൾ എന്തായാലും ഒരുമിച്ചല്ല. കൊച്ചേ, വണ്ടി കുറച്ച് പണിയുണ്ട്. ഇതാ പെയിന്റ് പോയി, ഹാൻഡിൽ വളഞ്ഞ്. ഒരു മരം അയച്ചോട്, അത് 1000 നമുക്കാണേ. ആ ഫോൺ എടുത്ത് ഗൂഗിൾ പേ ഇടാ. ഫോണില്ല ഏട്ടാ. പിന്നെ ഈ ഇരിക്കുന്ന എലിപ്പട്ടിയാ, അങ്ങോട്ട്. ആ ആരിത്? നീ അവിടെ ഉള്ള? നീ ഞാൻ ഇവിടെ ഉള്ള. പക്ഷെ 2 ഫോണുക്കുള്ള നോക്കിടാ ഉണ്ണീത്. ആക്ച്വലി അജയ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ലവ് യു ഗീത. തുണി മാറ്റാ. കാമുകയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. യുവതി ഓടിച്ച സ്കൂട്ടറിന് 2026 എന്ത് പറ്റി? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിലും അപ്പുറമാണിത്. നമുക്കൊക്കെ എന്താ പറ്റിയത്? മറന്ന് ചെറുതായിട്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ, ഇനി മുതൽ ചീത്തവിളിയില്ല, ഊക്കില്ല, പെണ്ണു വിഷയമില്ല. ഈ അവസാനത്തെ റെസൊല്യൂഷനൊക്കെ ആരാ പറഞ്ഞത്? കള്ളും പുറത്ത് നീയാണ് പറഞ്ഞത്. കള്ളും പുറത്തോ? അല്ല, ആനപ്പുറത്ത്. റെസൊല്യൂഷൻ അത് തെറ്റിക്കില്ലേ കുട്ടാ? വന്നിട്ട് 2 മണിക്കൂറായി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഷെർമി, നമുക്ക് ഈ പറഞ്ഞതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല. ഈ പെണ്ണു വിശുദ്ധി ആത്മാർത്ഥ പ്രണയം തെറ്റില്ലല്ലോ. ആ പറഞ്ഞതേ തെറ്റാ. ഓ അല്ല, ആത്മാർത്ഥതയുള്ള പ്രണയമാവാലോ. വർഷം 2026 ഇപ്പോഴും ആത്മാർത്ഥത പ്രണയമുണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. അതെ. ബുദ്ധിമാനെ തളർത്തുന്നില്ല നിന്നെ ഞാൻ. പാവം. നമ്മളോട് പഠിച്ച പൂജയില്ലേ, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണു, അതും നെച്ചിക്കിട്ട് പാട്ടിട്ട്. പൂജ കാണണോന്നാണോ കണ്ടാന്നാണോ? കാണണ്ട, എന്റെ പൂജ തെറ്റും. അങ്ങനെയാണ് ഇൻസ്റ്റയുടെ നഡ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരും. അടച്ചോട്ടെ, റെസൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. പൂജയോ? ബ്ലോക്ക് ചെയ്തിരിക്കണു. അത്ര കട്ടി മനസ്സോ തന്റെ? അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കണു. നമ്മൾ ഈ എടുത്താ പൊങ്ങാത്ത റെസൊല്യൂഷനൊക്കെ എന്തിനാ എടുക്കണേ? സത്യം, ആ പെണ്ണ് വിഷയെങ്കിലും മാറ്റിയായിരുന്നെങ്കിൽ നമുക്കൊരു 5 മിനിറ്റെങ്കിലും തികച്ച് സംസാരിക്കായിരുന്നു. യാത്രയെ പറ്റി എന്താ അഭിപ്രായം? ബാംഗ്ലൂരുള്ളതല്ലേ, നല്ല കുട്ടിയാ, പക്ഷെ ബ്ലോക്കാ. എടോ, ആ യാത്രയല്ല, യാത്ര പോണെങ്കിൽ എണ്ണ അടിക്കണ്ട കുട്ടാ. എന്റെ ഇലക്ട്രിക് വണ്ടി അല്ലേ കുട്ടാ? ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് പോടുന്ന സ്റ്റേഷനുകൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഇടാം. ലോ ഇൻവെസ്റ്റ്മെന്റ്, ഹൈ ഗ്രോത്ത്, ഭാവിയിലെ ബിസിനസ് ആണേ. ഓ, നല്ല പരിപാടിയാണല്ലോ. ഈ ഇല്ല എവിടുന്നാ കേറിയേ? ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മൾ ഈ എടുത്ത റെസൊല്യൂഷനിൽ ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യാം.
ആ അതാകുമ്പോ ഈ മൗനം അങ്ങ് സമ്മതമാവും. അപ്പൊ ഏതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്? ഇത്ര ആലോചിക്കാൻ തോന്നുന്നു പെണ്ണ് വിഷയം. പൂജയുടെ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യിക്ക്. അളിയ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തേക്ക് ബസ് സ്റ്റോപ്പിൽ ഒരു ഹൂറി. ഒരു ലാവണ്ടർ ചുരിദാർ. അതെന്റെ ചുരിദാറാ? അല്ല, അവൾ എന്റെ ആണ്. നിന്റെ? അത് ഞാൻ നോട്ടിട്ട് വെച്ചേക്കുവാ. എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കില്ലേ? അളിയെ ചീത്ത വിളിയും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പറ്റൂല, വേണമെങ്കിൽ സബ്ബി ആയിട്ട് വിളിച്ചോ. ആ നിന്റെ അച്ഛന്റെ കൊടവേർ. നിന്റെ ആ പട സ്വർണ്ണക്കുണ്ടി. ഇതാണോ സഭ്യം? ഇത് അസഭ്യം. ഇതിപ്പോ റെസൊല്യൂഷൻ മൊത്തം കട്ടായല്ലേ. ഒടുവിൽ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഈ പറഞ്ഞ എല്ലാ റെസൊല്യൂഷനുകളും പാലിച്ചാൽ ഞങ്ങളുടെ ഈ ഊള ഗ്യാങ് ചലിക്കാത്ത ഒരു ഊമ ഗ്യാങ്ങായി മാറുമെന്ന്. ഈ കൊല്ലം ഇങ്ങനെ പോട്ടെ. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. എടാ എന്നെ എന്തിനാ സാൻഡ് ആക്കിയത്? എടാ കാണുന്നവര് അച്ചോടാന്ന് തോന്നിയിട്ട് പൈസ തരണം. പക്ഷെ ഇത് കണ്ട അയ്യേടാന്നേ തോന്നുന്നു. പറഞ്ഞു ഈ സീസൺ നമ്മൾ തൂക്കണം. തൂക്കും. ഇത് തന്നെ കഴിഞ്ഞ 3 കൊല്ലം പറഞ്ഞത്. ഇന്ത വാട്ടി മിസ്സേ ആവാത്. നീ ആരാ? സബ് ഇന്റരെ പറ്റി ഇറങ്ങാലോ. സബ്ബൊന്നും വേണ്ട, ഇങ്ങോട്ട് വേടാ. ഒന്ന് ഫുട്ബോൾ കളിയാ. നമ്മുടെ നാട്ടിൽ തന്നെ കളിച്ചാൽ മതിയായിരുന്നു. അവരിനി പ്രാഗും. അൽത്താഫെ സ്റ്റാർട്ടിങ്ങിൽ സാധനം പടച്ചേ. സാന്റാ ക്ലോസ് വാ, ക്രിസ്മസിന് വാ, കൂട്ടിലുണ്ണി യേശു പിറന്നേ വാ വാ വാ. ഇയാളെ കളിച്ചാൽ മതി. ഈ പാട്ട് ഞാനൊന്നും കളിക്കൂല. നിങ്ങളെല്ലാരും കരോളിന് വന്നേ? അല്ല, OLX ഈ വീട് കണ്ടിട്ട് അവര് മേടിക്കാൻ വന്നത്. ഇയാളിത് എന്നാ നിങ്ങൾ ആട്ടിയിട്ട് പൊക്കോളൂ. അല്ല, ആടിയിട്ട് പൊക്കോളൂ. അൽത്താഫ് ഉള്ളി കോറസ് എന്തേലും ഇറക്ക്. ബാക്കി പോയി കൊട്ടി പൊലിപ്പിച്ചു. Osanda, Osanda, Santa, Osanda, Osanda, Santa, Osanda, Osanda, Santa Claus. Osanda, 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 Santa, Osanda, Osanda, Santa, Osanda, Osanda, Santa Claus. Osanda, 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 Santa, Osanda, Osanda, Santa, Osanda, Osanda, Santa Claus. Osanda. ഓ സ്റ്റെപ്പായിരുന്നു. വാ. യേശു പിറന്നേ, ഉണ്ണി യേശു പിറന്നേ, ബത്ലഹേമിൻ പുൽക്കൂട്ടിലായി. ക്രൂരൻ യൂദാസേ, ക്രൂരൻ യൂദാസേ, നീ യേശുവിനെ ഒറ്റിയില്ലേ. ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് സാന്റ വരുന്നേ, കേക്കും വൈനും മേടിച്ച് ചാച്ചൻ വരുന്നേ. സ്റ്റാറുകൾ തൂക്കാം, പ്ലം കേക്കും തിന്നാം, ക്രിസ്മസ് കാരോളിൽ കൂത്താടാം. പച്ചവെള്ളോ ചേച്ചി? പച്ചവെള്ളോ? പച്ചവെള്ളോ? 1000 രൂപ ഉണ്ട് മോനെ, എന്നാ പിടിച്ചേ. പെപ്സിയോ ഫ്രൂട്ടിയോ സാധനം എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കുടിച്ചോ. ചെല്ലു. ഇനി ഞാൻ ഇല്ലാട്ടോ, എനിക്ക് ഓ ഇനി എന്തിനാ ഇറങ്ങുന്ന? 1000 കിട്ടിയില്ല, നമുക്ക് വീട്ടിൽ പോവാം. കരോളിനോട്ട് എത്ര കിട്ടി? ഇവിടുത്തെ അച്ചായൻ 1000 രൂപ തന്നു. ഏത് ഈ ആളില്ലാത്ത വീടാ? ആളില്ലാത്ത വീടാ? ഇവിടുത്തെ അച്ചായനും ഭാര്യ 2 കൊല്ലമായിട്ട് UK സെറ്റിലല്ലേ? നീയൊക്കെ എന്തോടെ പറയുന്നത്? നീയൊക്കെ അവിടുത്തെ കട്ടാനാടാ. അപ്പം അവിടെ കണ്ടത് ആര്? മാതാവ്. അപ്പൊ മറ്റേത് പിതാവ്? പുണ്യാളൻ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ജീസസ്. ഡി വേഗം കൊണ്ടുപോവാ. ഇടങ്ങോട്ട് അവന്മാര് പൊട്ടന്മാരായോണ്ട് മനസ്സിലായില്ല നമ്മൾ കക്കാൻ കയറിയതാണ്. ചേട്ടാ നമുക്ക് TV എടുത്താലോ? വേണ്ട, നീ സീരിയലാണ്. ലൈറ്റ് ഓഫ് ചെയ്യും. ഇതൊരു പുണ്യമായ പൈസ. എന്നാ നമുക്ക് മാറി പോവാ. ഓ ജീസസ് പൊറുക്കണേ.